ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇപ്പം സമയം 11 മണി. ഇപ്പം നമ്മൾ നിൽക്കുന്നത് നെടുവങ്ങാടാണ്. ഒരു സെക്കൻഡ് സാറ്റർഡേ ആണ്. അപ്പം കഴിഞ്ഞ ആഴ്ച തന്നെ തീരുമാനിച്ചാണ് ഈ സാറ്റർഡേ എന്തായാലും ഒരു ട്രിപ്പ് പോകണം. പക്ഷേ ഇന്നായിട്ട് നല്ല മടിയായിരുന്നു. രാവിലെ എണീക്കാനും നല്ല മടിയായിരുന്നു. 8 മണിക്ക് തിരിക്കണം വിചാരിച്ചാണ്. പക്ഷേ തിരിക്കാൻ വേണ്ടി വീട്ടിൽ ഇറങ്ങാൻ നിന്ന് 11 മണിയായി. ഫുള്ളും മടി പിടിച്ച് ആഹാരം കഴിച്ച് കോഫിയെല്ലാം കുടിച്ച് പതുക്കെ ഇറങ്ങി. അപ്പം നല്ല വെയിലും ഉണ്ട്. പിന്നെ എന്തായാലും ഇന്ന് പോയേ പറ്റൂന്ന് തീരുമാനിച്ചു. പിന്നെ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഓട്ടോമാറ്റിക് എല്ലാം പെട്ടെന്ന് നടന്നു. ഇപ്പം നമ്മൾ നിൽക്കുന്നത് നെടുവങ്ങാടാണ്. നെടുവങ്ങാട് കഴിഞ്ഞിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഇനി ഇവിടുന്നാണ് നേരെ നമ്മൾ ഇന്നത്തെ ട്രിപ്പ് പോണത്. ഇന്നത്തെ ട്രിപ്പ് പോണ സ്ഥലം തെന്മല. തെന്മലയിൽ നിന്ന് അവിടെ എത്തിയിട്ട് വേറെയും ഇങ്ങോട്ടും പോകണം. അതിന് അവിടെ പോയിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ട്രിപ്പ്. ഇനി കുറച്ച് ഈ ഫുള്ളി ഗ്രീനറി ആയിട്ടുള്ള സ്ഥലത്ത് പോയി നിൽക്കാം. എന്നിട്ട് ബാക്കി നമുക്ക് തുടങ്ങാം. ഓക്കെ. ഗായ്സ്, അങ്ങനെ നമ്മൾ തെന്മലയിൽ പോണ വഴിക്കാണ് ഇങ്ങനെ കണ്ടത് കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ് പറഞ്ഞൊരു സംഭവം. അപ്പോൾ ഇവിടെ എന്താണ് സംഭവം ഉള്ളത്, എന്താണൊക്കെ ഉണ്ടോ നോക്കിയിട്ട് പോകാൻ വിചാരിച്ച്. പിന്നെ ഒരു പുഴയും കണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി നോക്കിയിട്ട് തിരിച്ച് നമ്മൾ യാത്ര തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് അകത്തോട്ട് കയറാം. ഓക്കെ, ലെറ്റ്സ് ഗോ ഗായ്സ്. ഗായ്സ്, ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഫുൾ ചൂടാണ്. പിന്നെ ഇവിടെ നിൽക്കാനും പറ്റുന്നില്ല. നമ്മൾ ഇതിനിപ്പോൾ കണ്ടില്ലേ കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ് എഴുതിക്കണം. അതിൻ്റെ അത്രയും അളവിൽ പൊങ്ങുമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പാറയുടെ മുകളിലെല്ലാം വെള്ളം കയറി ഇവിടെ ഫുള്ളും വെള്ളം നിറഞ്ഞിരിക്കുമെന്ന് പറയും. മഴക്കാലത്ത് മഴ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പശു വന്ന് പുല്ലും കഴിച്ചില്ല ഇരിക്കുന്നത്. അപ്പോൾ വെള്ളം കുറവാണ് സാധാരണ വെച്ചപ്പോൾ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. നല്ല ചൂട് ഗായ്സ്. ഗായ്സ്, അങ്ങനെ നമ്മൾ തെന്മല എത്തിയ നേരെ മുമ്പോട്ട് പാലൂര് വാട്ടർഫാൾസ് പോകാൻ നിൽക്കുകയാണ്. അപ്പം അതിന് മുമ്പ് കുറച്ച് വെള്ളം കുടിച്ച് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോകാൻ വിചാരിച്ചു. അങ്ങനെ നിൽക്കുകയാണ്. ഇനി നമുക്ക് ബാക്കി ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗോ ഗായ്സ്. നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഗായ്സ്, അങ്ങനെ നമ്മൾ പാലൂര് വാട്ടർഫാൾസിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ എൻട്രി. ഇവിടുന്ന് നമുക്ക് കുറച്ച് ദൂരം പോയാൽ പാലൂര് വാട്ടർഫാൾസ് എത്തും. പിന്നെ ഇവിടെ ടിക്കറ്റ് എടുക്കണമെന്ന് ഞാൻ അന്വേഷിച്ച് പറഞ്ഞത്. ഫ്രണ്ടിൽ ഒരു ഷിപ്പിന് മാമ ഉണ്ടായിരുന്നു. അവിടെ ചോദിച്ചപ്പോൾ മാമ പറഞ്ഞു, മക്കളെ ഇവിടെ ടിക്കറ്റ് എടുത്താലേ കയറാൻ പറ്റുള്ളൂ, ഒരു ബസ്സിലുണ്ട്, ബസ്സിലൂടെ നമ്മളകത്ത് കൊണ്ടുപോകുന്നൊക്കെ പറയണം. ബാക്കിയെല്ലാം ചെയ്തിട്ട് പിന്നെ നമുക്ക് കാണാം. ഓക്കെ, അങ്ങനെ ഗൈസ് ഞാൻ ടിക്കറ്റ് എടുത്തേക്കാണ്. ഇനി ടിക്കറ്റ് എടുത്തു നേരെ ഈ ബസ്സുണ്ട്. ഈ ബസ്സിലാണ് നമ്മുടെ മെയിൻ പാലൂർ വാട്ടർഫാൾസ് അങ്ങോട്ട് കൊണ്ടുപോകണം. ഇപ്പോൾ ഇവിടെ വെള്ളം കുറവാണെന്ന് പറയണത്. പിന്നെ ഞാൻ ടിക്കറ്റ് കൗണ്ടറിൽ അവിടെ ആയിട്ട് തന്നെയാണ് ഹെൽമെറ്റും വെച്ചത്. അത് സേഫ് ആയിരിക്കും. അല്ലാതെ ഹെൽമെറ്റും കൊണ്ട് നടക്കുന്നത് കുറച്ച് പാടാണ്. സാധാരണ സീസൺ ടൈം നോക്കുമ്പോൾ ഇപ്പം ആൾക്കാർ കുറവാണെന്ന് പറയണത്. അല്ലെങ്കിൽ ഇപ്പം ഒരു ദിവസം 2 ട്രിപ്പാണ് അടിക്കുന്നത് ബസ്സിൽ. അതെ, കുറച്ച് ഫാമിലീസൊക്കെ ഉള്ളൂ. കാരണം ഈ സമ്മർ സീസൺ ആയതുകൊണ്ടാണ്. പിന്നെ നല്ല ഗ്രീനറി രീതിയാണ്. ഫുൾ മരങ്ങളും. ഇങ്ങോട്ട് മുകളിൽ കയറി വന്നപ്പോൾ കുറച്ച് തണുപ്പുണ്ട്. താഴോട്ട് കുറച്ച് കയറിയെല്ലാം വരണം. ബസ്സിൽ കുറച്ച് ദൂരമുണ്ട്. വന്നപ്പോൾ കുറച്ച് തണുപ്പെല്ലാം ഫീൽ ചെയ്യാൻ തുടങ്ങി. ഇന്ന് നമുക്ക് ഉള്ളിലോട്ട് പോയിട്ട് ബാക്കി സംസാരിക്കാം. കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് കയറമുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇനി മുമ്പോട്ട് കുറച്ച് സ്പീഡായിട്ട് നടക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. ഈ നൂല് പോലെ വരുന്ന വെള്ളം കണ്ട, ഇതാണ് പാലൂര് വാട്ടർഫാൾസിൽ ഇപ്പോഴത്തെ അവസ്ഥ.
കാരണം ഈ ചൂട് സമയമായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇത് ഫുള്ളും നിറഞ്ഞ് വെള്ളം വരെ ഉള്ളതാണ്. നമുക്ക് എന്തായാലും ഒരു മഴക്കാല സമയത്തും ഒന്ന് വരാം, എന്നിട്ട് ആ സമയത്ത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. പക്ഷേ ഈ സമയമായാലും ഫാമിലി ആയിട്ട് വല്ല തിരക്കില്ലാതെ വന്ന് സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് വരാൻ പറ്റിയ സമയം ഇപ്പോഴാണ്. ഓക്കെ, ഈ ജൂൺ ജൂലൈ ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും. പിന്നെ ഫാമിലിയായിട്ട് വരുമ്പോൾ നല്ല തിരക്കായതുകൊണ്ട് ചിലവർക്ക് തിരക്കില്ലാതെ പോകാൻ പറ്റിയ സ്ഥലങ്ങൾ നോക്കാം. അപ്പം സമ്മർ സീസണൊക്കെ ആണെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ പീസായിട്ട് ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്ത് പോകും. അല്ലെങ്കിൽ നല്ല തിരക്കാണ്, വന്ന് ചിലവിടാൻ പാടാണ്. ഓക്കെ, പിന്നെ ഇവിടെ വേറെ ഇതായിട്ട് പറഞ്ഞാൽ കുറച്ച് നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്ത് പിന്നെ ബസ് ഇനി ഒരു മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ബസ് പോവുള്ളൂ. ഇത് കഴിഞ്ഞാൽ ഒരു ട്രിപ്പ് കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെയൊക്കെയുള്ളതാണ് ഇവിടുത്തെ ഇത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത ട്രിപ്പിൽ പറയാം. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് തിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് തിരിച്ചിട്ട് ബാക്കിയുള്ള വിശേഷം അത് കഴിഞ്ഞ് പറയാം. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം ഏതാണെന്ന് എല്ലാവരും കാണുമ്പോൾ മനസ്സിലാവും. ഇത് തെങ്കാശിയാണ്. ഇവിടുന്ന് നേരെ കാണുന്ന മലയാണ് തെന്മല. അവിടുന്ന് ഞാൻ ഇതുവരെ ഓടിച്ചത്. ഈ തെങ്കാശി ഇവിടുന്ന് റൂട്ടിന് തെന്മലയോട് നോക്കുമ്പോൾ നല്ല രസമാണ്. ഫുൾ മല അല്ലേ? പക്ഷെ പറയാതിരിക്കാൻ വയ്യ, നല്ല ചൂട് തന്നെ. തിരിച്ച് ഞാൻ ഇവിടെ വരെ വന്ന് ഇതുവരെ വന്നതല്ലേ, ഇങ്ങോട്ടൊന്ന് നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഞാൻ തിരിച്ച് തെന്മലയിട്ട് വന്ന് പോകണം. പിന്നെ അവിടെ പോയിട്ട് ബാക്കി ഞാൻ തെന്മലയിൽ നിന്ന് പാലൂരിൽ പോയപ്പോഴും തിരിച്ച് തെന്മലയോട്ട് ഇങ്ങോട്ട് തിരിച്ച് പോണ വഴിക്കും ഒരു സ്ഥലം കണ്ട്. അപ്പോൾ എന്താണ് അവിടെ ഉള്ളതെന്ന് നോക്കിയിട്ട് പോകാൻ വിചാരിച്ചു. അപ്പം അങ്ങോട്ടാണ് നമ്മൾ പോകണത്. നിങ്ങൾക്കും അറിയണ്ടേ അവിടെ എന്താ ഉള്ളതെന്ന്? അതേപോലെ എനിക്കും അറിയണം. എന്തായാലും ഇതുവരെ ഓടിച്ച് വന്നതല്ലേ, ചൂടും കൊണ്ടല്ല, വണ്ടിയുടെ ചൂടും കൊണ്ട് കഷ്ടപ്പെട്ട് ഓടിച്ച് വന്നതല്ലേ, എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് വഴിയാണ്, എനിക്കൊന്ന് ഇവിടുത്തെ ലോക്കൽസും നാട്ടുകാരെല്ലാം ഉപയോഗിക്കുന്ന വഴിയാണ്. അപ്പോൾ എന്തായാലും എന്തായാലും എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് എനിക്ക് തോന്നി. എന്താണ് എൻ്റെ അകത്തോടെ നോക്കില്ല. ഈ കാടും ഈ മരങ്ങളും എല്ലാം ആയിട്ട് ഈ വെയിലിൻ്റെ ഇടയിൽ കൂടി ഈ സൂര്യ അടിക്കുമ്പോൾ കാണാൻ നല്ല രസമാണ്. അങ്ങനത്തെ ഒരു എന്തോ ഉണ്ടെന്ന് എനിക്ക് അവിടെ തോന്നുന്നു. എന്തായാലും ഒന്ന് കണ്ടിട്ട് പോകാൻ വിചാരിച്ചു. ഓക്കെ, അവിടെ എത്തിയിട്ട് പിന്നെ ബാക്കി പറയാം. ഗൈസ്, ഇതാണ് ആ സംഭവം. ഇവിടെ കുറച്ച് നേരം ഇനി സ്പെൻഡ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. വൈകിട്ട് ഈവനിങ് സൂര്യനടിച്ച് ആ മരം, ആ ദൂരെയുള്ള മരം കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് നമുക്കൊരു പാക്കപ്പ് ചെയ്യാം. ഓക്കെ, ഇനി തിരിച്ച് ഞാൻ വീട്ടിലോട്ട് പോകണം. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.